നമസ്തേ. ഞാൻ ഇവിടെ 6th സെം BSc മാത്സിൻ്റെ ഒരു കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ പേപ്പറുണ്ട്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അതിന് ആദ്യത്തെ മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൻ്റെ പേര് ബേസിക് യൂണിക്സ് കമാൻഡ്സ് ആൻഡ് കൺസെപ്റ്റ്. അതാണ്, നമുക്കത് നോക്കാം. ഇതിൽ ആ മൊഡ്യൂളിൽ കണ്ടൻ്റായിട്ട് വരുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് GNU ലിനക്സ് OS ബേസ്ഡ് ഓൺ ചാപ്റ്റർ 4. ഈ ടെക്സ്റ്റ് റണ്ണിങ് ലിനക്സ് ഓ റിയാലി, അതാണ് ബുക്കിൻ്റെ പേര്. അതിൽ 4ാമത്തെ ചാപ്റ്റർ റെഫർ ചെയ്യാനാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ GNU എന്ന് പറയുന്നത് GNU നോട്ട് യുണിക്സ്, അതാണ് GNU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ GNU തന്നെയാണ്. പിന്നെ നമ്മൾ ബേസിക് യൂണിക്സ് കമാൻഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ്, ലിനക്സ് ഡയറക്ടറി സ്ട്രക്ചർ ആൻഡ് ദ അഡ്വാൻറ്റേജ് ഓഫ് കീപ്പിംഗ് ദെയർ ഫയൽസ് ഇൻ എ വെൽ സ്ട്രക്ചർഡ് ഡയറക്ടറീസ്, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, കമാൻഡ്സ് മേക്ക് MKDIR PWD CD LS CP MV etc. നമ്മൾ ആദ്യം ലിനക്സിൻ്റെ അഡ്വാൻറ്റേജാണ് ഇവിടെ നോക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും വിൻഡോസ് ബേസ്ഡ് ആയിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സെർവറുകൾ ലിനക്സ് ബേസ്ഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാം എന്ന് പറയാൻ പറ്റില്ല, മിക്കവാറും ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. അതിൻ്റെ കർണൽ ലിനക്സാണ്. ലിനക്സിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഡെസ്ക്ടോപ്പിലും വലിയ സെർവറുകളിലും ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും ലിനക്സ് ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ലോകം. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഓപ്പൺ സോഴ്സാണ്. എന്ന് വെച്ചാൽ അത് ഈസിലി അവൈലബിൾ ഫോർ എവരി വൺ ആണ്. ഇത് കോഡ് ചെയ്യാൻ കഴിയുള്ള ആൾക്ക് ആ കോഡിങ് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എൻഹാൻസ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സെക്യൂരിറ്റി ഉണ്ട് ഇതിന്, മറ്റ് വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും. എവരി പ്രോഗ്രാം ഇൻ ലിനക്സ്, വെദർ ആൻ ആപ്ലിക്കേഷൻ ഓർ എ വൈറസ്, നീഡ്സ് ഓതറൈസേഷൻ ഫ്രം ദി അഡ്മിനിസ്ട്രേറ്റർ ഇൻ ദ ഫോം ഓഫ് എ പാസ്വേഡ്. എങ്കിലേ നമുക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അൺലെസ് ദ പാസ്വേഡ് ഈസ് ടൈപ്ഡ്, വൈറസ് won't execute. There is no requirement of any antivirus program in Linux. അപ്പോൾ അങ്ങനെ ഒരു വലിയ സെക്യൂരിറ്റി ലിനക്സിലുണ്ട്. റിവൈവ് ഓൾഡർ കമ്പ്യൂട്ടർ സിസ്റ്റം. പഴയ പല കമ്പ്യൂട്ടറുകളും നമുക്ക് റിവൈവ് ചെയ്ത് ഉപയോഗിക്കാം. കുറഞ്ഞ മെമ്മറി ഉള്ളതും കൂടുതൽ മെമ്മറി ഉള്ളതും, കുറഞ്ഞ ഹാർഡ് ഡിസ്ക് സ്പേസ് ഉള്ളതും കൂടുതൽ ഹാർഡ് ഡിസ്ക് സ്പേസ് ഉള്ളതും, പ്രോസസ്സിംഗ് പവർ കൂടിയതും കുറവും, മറ്റ് കമ്പോണൻസും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് റിവൈവ് ചെയ്ത് ഉപയോഗിക്കാം. ധാരാളം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എപ്പോൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടും. പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. വിൻഡോസ് അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് ചില ഫീച്ചേഴ്സ് വേണം, അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഫെഡോറ, ഉബുണ്ടു, ആർച്ച് ലിനക്സ്, DBN, ലിനക്സ് മിൻറ്റ്. അപ്പോൾ അങ്ങനെ ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇത് ലോ കോസ്റ്റാണ്, ഫ്രീ ടു യൂസ്. പിന്നെ ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ പറയാം. അത് എക്സ്പീരിയൻസ് ചെയ്ത ആ യൂസേഴ്സ് ഒരു സപ്പോർട്ട് തരും നമുക്ക്. ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. A good advantage that it does not need to be rebooted after a short period of time. ഇടയ്ക്കിടയ്ക്ക് റീബൂട്ട് ചെയ്യുമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഫ്രീസായി പോവോ സ്ലോ ഡൗൺ ആവുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. പ്രൈവസി, നമ്മളുടെ പേഴ്സണൽ ഡേറ്റാസ് ധാരാളം ചോദിക്കും പലപ്പോഴും പല സിസ്റ്റം സോഫ്റ്റ്വെയർസും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുള്ളൂ. അപ്പം നമ്മളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റമില്ല. Performance. High performance on various networks and workstations. It allows a large number of users to work
simultaneously and handles them efficiently. പിന്നെ Linux given support for networks functionality as it was written by program over the internet. Linux helps us to set up client server system. അപ്പോൾ ക്ലയൻറ്റ് സെർവർ സിസ്റ്റമൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇനിയും ഇതിന് വേണ്ടത്ര ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. ലിനക്സ് പ്രൊവൈഡ് എ ഹൈ റേഞ്ച് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആസ് യു ക്യാൻ ഇൻസ്റ്റാൾ ഓൺലി റിക്വയർഡ് കമ്പോണൻസ്. ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. കമ്പാറ്റബിലിറ്റി, പല കമ്പോണൻസും നമുക്കതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പല ടൈപ്പിലുള്ള ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. വളരെ വേഗത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. നമുക്ക് പ്രോപ്പർ യൂസ് അറ്റ് ഹാർഡ് ഡിസ്ക്. ലിനക്സ് പെർഫോം ഓൾ ദ ടാസ്ക് എഫിഷ്യൻ്റ്ലി ഈവൻ ആഫ്റ്റർ ദ ഹാർഡ് ഡിസ്ക് ഈസ് ആൾമോസ്റ്റ് ഫുൾ. മൾട്ടി ടാസ്കിങ്, ഒരേ സമയത്ത് ഒന്നിലധികം ടാസ്കിങ് നടത്തും. റൺ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്സ്. ലിനക്സ് പ്രൊവൈഡ് വേരിയസ് ഡെസ്ക്ടോപ്പ് എൻവറോൺമെൻറ്റ് ടു മേക്ക് ഇറ്റ് ഈസി ടു യൂസ്. While installing Linux, you can choose any desktop environment according to your wishes such as KDE or GNOME. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെസ്ക്ടോപ്പ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ചുരുക്കത്തിൽ ലിനക്സിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് നോക്കാം ലിനക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്. പിന്നെ ബേസിക് യുണിക്സ് കമാൻഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ്. ദ നമ്പർ ഓഫ് കമാൻഡ്സ് ഓൺ എ ടിപ്പിക്കൽ യുണിക്സ് സിസ്റ്റം ഈസ് എനഫ് ടു ഫിൽ. അപ്പോൾ അത്രയധികം കമാൻഡുകളുണ്ട് യുണിക്സിൽ. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. നമ്മളിവിടത്തെ ഒരു 5-6-7 മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദ അഡ്വാൻറ്റേജ് ഓഫ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ലിനക്സിൻ്റെ കാര്യം, ഇത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് സിംപ്ലിസിറ്റി, എക്സ്റ്റൻസിബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ദോ ദ സിസ്റ്റം ഈസ് ലെസ് വെൽക്കമിങ് ടു ന്യൂ യൂസേഴ്സ് ദാൻ അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് ആസ് മൈക്രോസോഫ്റ്റ് വിൻഡോ. അപ്പോൾ ഇതാണ് യുണിക്സ്. ഇൻ്റർനെറ്റൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ പല സെർവറുകൾ യുണിക്സ് ബേസ്ഡ് ആയിരുന്നു. എന്തിന്, ഇൻ്റർനെറ്റിൻ്റെ പ്രോട്ടോക്കോൾ പോലും യുണിക്സിൻ്റെ പ്രോട്ടോക്കോളാണ്, TCP/IP. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് യുണിക്സിനുണ്ട്. പിന്നെ ലിനക്സ് ഡയറക്ടറി സ്ട്രക്ചർ ആൻഡ് ദ അഡ്വാൻറ്റേജ് ഓഫ് കീപ്പിംഗ് ദെയർ ഫയൽസ് ഇൻ വെൽ സ്ട്രക്ചർഡ് ഡയറക്ടറീസ്. പ്രോപ്പർ സെക്യൂരിറ്റി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. ആസ് വിത്ത് വിൻഡോസ് ആൻഡ് വെർച്വലി എവറി മോഡേൺ computer system, Unix files are organized into a hierarchical directory structure. ഒരു അധികാര ശ്രേണിയുടെ സ്ട്രക്ചറിലാണ് ഈ ഫയൽ ഡയറക്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആൾ, അതിന് തൊട്ട് താഴെയുള്ള ആൾ, അതിന് തൊട്ട് താഴെയുള്ള ആൾ, ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് പേരൻസ്, പേരൻസ്, ചിൽഡ്രൻ, അതുപോലെ അങ്ങനെയാണ് ഓർഗനൈസേഷൻ. നമ്മളതിനെ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓൺ ലിനക്സ് യു വിൽ ഫൈൻഡ് എ ഡയറക്ടറി കാൾഡ് ഹോം. ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നത് ഹോമാണ്. വെർ ഈച്ച് യൂസേഴ്സ് ഫയൽസ് ആർ പ്ലേസ്ഡ്. ഈച്ച് യൂസർ ആസ് എ സബ് ഡയറക്ടറി അണ്ടർ /home. അപ്പോൾ ആ /homeന് താഴെ നമുക്ക് ഓരോ യൂസറിനും ഓരോ ഡയറക്ടറി കാണും. സോ ഇഫ് യുവർ ലോഗിൻ നെയിം ഈസ് MDW, your personal files are located in /home/MDW. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഉള്ളത്. അതിനെയാണ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിനെ നമ്മുടെ ഹോം ഡയറക്ടറി എന്ന് പറയും. നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ഹോം ഡയറക്ടറി. അതിന് താഴത്തേക്ക് നമ്മൾ ഡയറക്ടറി ഉണ്ടാക്കുകയാണെങ്കിൽ സബ് ഡയറക്ടറി. അപ്പോൾ ഒരു ഇൻവേഴ്സ് ചെയ്ത് ട്രീയുടെ കൺസെപ്റ്റ് പോലെയാണ്. ഏറ്റവും മുകളിൽ റൂട്ട്, പിന്നെ ബ്രാഞ്ചസ്, അതിൻ്റെ സബ് ബ്രാഞ്ചസ്, അങ്ങനെയാണ് ഡയറക്ടറീസ് പോകുന്നത്. ഇൻവേഴ്സ് ചെയ്ത് ട്രീ പോലെയാണ്. വെൻ യു ലോഗിൻ ദ സിസ്റ്റം പുട്സ് യു ഇൻ യുവർ ഹോം ഡയറക്ടറി. ടു വെരിഫൈ ദിസ് യൂസ് ദ പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ആ PWD എന്ന് പറഞ്ഞ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ ഹോം ഡയറക്ടറി, ഏത് ഡയറക്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ PWD കൊടുത്തു കഴിയുമ്പം /home/MDW എന്നത് കാണിക്കും. ലിനക്സ് ഡയറക്ടറി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ട്രീ സ്ട്രക്ചർ പോലെയാണെന്ന്. അപ്പോൾ അതിൽ നമ്മൾ ബിന്ന്, DEV, etc, ഹോം, lib, mnt, proc, അതിൽ ബിന്നിനുള്ളിൽ KSH,
ELS, PWD അങ്ങനെയുള്ള സബ് ഡയറക്ടറീസ്. അപ്പോൾ അങ്ങനെ ഒരു സബ് ഡയറക്ടറി സ്ട്രക്ചറാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ സ്ലാഷ് ഈസ് ദ റൂട്ട് ഡയറക്ടറി, സ്ലാഷ് ബിൻ ആൻഡ് സ്ലാഷ് യൂസർ സ്ലാഷ് ബിൻ സ്റ്റോർ യൂസർ കമാൻഡ്സ്, സ്ലാഷ് ബൂട്ട് സ്ലാഷ് കണ്ടെയ്ൻസ് ഫയൽസ് യൂസ്ഡ് ഫോർ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇൻക്ലൂഡിങ് കർണൽ. ആ കർണലിൻ്റെ സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബൂട്ടിലാണ് കിടക്കുന്നത്. യൂസർ കമാൻഡ്സൊക്കെ ബിന്നിലാണ്. നമ്മൾ ഏറ്റവും മുകളിലുള്ള സ്ലാഷിനെ കാണിക്കുന്ന റൂട്ട് ഡയറക്ടറിയാണ്. ഡിവൈസ് ഫയൽസൊക്കെ DEVയിലാണ്. കോൺഫിഗറേഷൻ ആൻഡ് ഡയറക്ടറീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ETC. ഹോം ഈസ് ദ ഡിഫോൾട്ട് ലൊക്കേഷൻ ഫോർ യൂസർ ഹോം ഡയറക്ടറീസ്. അപ്പോൾ ഇതിൽ നമ്മൾ ലിനക്സ് ബിനിക്സ് കമാൻഡ് PWD MDV നമ്മൾ പറഞ്ഞു. അപ്പോൾ യുണിക്സ് ഫയൽ സിസ്റ്റം ആസ് എ hierarchical or tree-like structure with its highest level directory called root denoted by slash, pronounced slash, immediately below the root directory are several subdirectories, most of which contain system files. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഇത് യുണിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഴയ സിസ്റ്റംസ് പലതും കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആയിരുന്നു. അപ്പോൾ ഈ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഈസ് എ ടെക്സ്റ്റ് ബേസ്ഡ് യൂസർ ഇൻ്റർഫേസ് യൂസ് ടു വ്യൂ ആൻഡ് മാനേജ് കമ്പ്യൂട്ടർ ഫയൽസ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഫയൽസ് മാനേജ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആർ ആൾസോ കാൾഡ് കമാൻഡ് ലൈൻ യൂസർ ഇൻ്റർഫേസ്, കൺസോൾ യൂസർ ഇൻ്റർഫേസ്, ഇതൊക്കെ ഇതിൻ്റെ പേരുകളാണ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെരി ഫ്ലെക്സിബിൾ വിത്ത് യൂസ് ഓഫ് സ്വിച്ചസ്. ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് നമുക്ക് കമാൻഡൊക്കെ അറിയാമെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എക്സ്പേർട്സിന് നല്ലതാണ് ക്വിക്ക്ലി ആക്സസ് കമാൻഡ്സ്. സിസ്റ്റം റിസോഴ്സസ് കുറച്ച് കാര്യങ്ങൾ മതി. പക്ഷേ വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം മെമ്മറി എടുക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിന് ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ യൂസേഴ്സ് കോംപ്ലക്സ് കമാൻഡ്സ് ഒക്കെ പഠിക്കണം. ചില ഹിഡൻ ഫീച്ചേഴ്സ് if the command is unknown we cannot make use of that feature. ഈ നോവൈസ് പുതിയതായിട്ടുള്ള യൂസേഴ്സിന് പലപ്പോഴും കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് 4-5 കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. LS എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ഡയറക്ടറി ലിസ്റ്റിങ്ങിന് ഉപയോഗിക്കും. CD ഉപയോഗിച്ചിട്ട് നമ്മൾ കറണ്ട് ഡയറക്ടറിയിൽ നിന്ന് ചേഞ്ച് ചെയ്യും. GREP വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ഇൻ എ ഫയൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സുഡോ കമാൻഡ് ദർ ആർ സം കമാൻഡ്സ് ദാറ്റ് നീഡ് എലിവേറ്റഡ് റൈറ്റ്സ് ടു റൺ ഓൺ എ ലിനക്സ് സിസ്റ്റം. PWD നമ്മൾ നേരത്തെ കണ്ടാണ്, പ്രിൻ്റ് വർക്കിംഗ് ഡയറക്ടറി. പാസ്വേഡ് PASSWD അതൊരു പാസ്വേഡിൻ്റെ ലിനക്സ് കമാൻഡാണ്. MV ഉപയോഗിച്ച് നമുക്ക് ഫയൽ മൂവ് ചെയ്യാൻ പറ്റും. CP ഉപയോഗിച്ച് ഫയൽ കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ലിനക്സിനെ കുറിച്ച് പറഞ്ഞത് ആ ഫസ്റ്റ് മൊഡ്യൂൾ. കൂടുതൽ മോഡിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.